Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we turn our Bibles to Malachi chapter 4? മലാക്കി പ്രവചനം 4-ാം അധ്യായം. Read verses 5 and 6. 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. Behold, I will send you Elijah the prophet before the coming of the great and dreadful day of the Lord, and he shall turn the heart of the fathers to the children, and the heart of the children to their fathers, lest they come and smite the earth with their curse. Praise the Lord. ദൈവത്തിന് സ്തോത്രം. The previous chapter and this chapter are connected. ഇതിനു മുമ്പുള്ള അധ്യായവും ഈ അധ്യായവും തമ്മിൽ ബന്ധിക്കപ്പെട്ടതാണ്. Actually, when Malachi wrote this book and when the Bible writers wrote their books, there were no chapters and verses. വാസ്തവത്തിൽ മലാക്കി പ്രവാചകൻ ഈ പ്രവചന പുസ്തകം എഴുതുമ്പോഴും അല്ലെങ്കിൽ വേദപുസ്തക പണ്ഡിതന്മാർ ഈ വേദപുസ്തകത്തെ ഇപ്രകാരം ക്രമീകരിക്കുമ്പോഴും അതിന് ഇങ്ങനെയുള്ള അധ്യായങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. Chapters and verses came later on. They were inserted for better understanding. നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ചാപ്റ്റർ അതിന്റെ അധ്യായങ്ങളും വാക്യങ്ങളും പിന്നീട് അതിന് നൽകപ്പെട്ടതാണ്. When you study the last 5 verses of chapter 3, 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ there are 3 groups of people that you see there. അവിടെ 3 വിധത്തിലുള്ള മനുഷ്യരെ കാണുവാൻ കഴിയുന്നു. Before I carry on, I would like to ask you a question. ഞാൻ തുടരുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. Are there any here who have some of your prayers unanswered? ഇവിടെ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? You're praying to God for certain things, or for maybe for one thing for many days, months, or maybe years, but your prayer seems to be falling on deaf ears. ഒരുപക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിനു വേണ്ടി കഴിഞ്ഞ ചില ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, ഒരുപക്ഷെ വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അത് കേൾവിയില്ലാത്ത ചെവികളിൽ പതിക്കുന്നത് പോലെ ആയിരിക്കാം തോന്നുന്നത്. Anyone going through such an experience, put up your hands. ഇവിടെയുള്ള ആരെങ്കിലും അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടി പോകുന്നുവെങ്കിൽ തങ്ങളുടെ കരമൊന്ന് ഉയർത്താമോ? You're praying for some things for some days, no answer. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. Put up your hands, please. അങ്ങനെയുള്ളവർ കരമൊന്ന് ഉയർത്താമോ? Many hands are up. പല കരങ്ങളും ഉയർന്നിരിക്കുന്നു. So I have a message from God for you. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എൻ്റെ കയ്യിലുണ്ട്. In this passage there are 3 groups of people. ആ പാരഗ്രാഫിൽ ഏകദേശം 3 കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. The first group, അതിൽ ഒന്നാമത്തെ കൂട്ടർ, they are well off. അവര് വളരെ സുഭിക്ഷമായിരിക്കുന്നു. They have all the money they need. അവർക്ക് ആവശ്യമുള്ള പണമെല്ലാം ഉണ്ട്. And they are very proud about it. അവർക്ക് അതിനെക്കുറിച്ച് അല്പം ഉന്നത ഭാവമുണ്ട്. And because they are full of money and they have everything they want, they are indulging in wickedness. അവർക്ക് ആവശ്യത്തിന് പണവും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഉള്ളതുകൊണ്ട് അവർ ദുഷ്ടതയിൽ ഇടപെടുന്നു. And people who are watching them think that they are going to, fall and be punished by God because of what they are doing, but nothing happens. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം ദൈവം അവരെ ശിക്ഷിക്കുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. On the other hand, they are promoted, they are getting better and better. മറുഭാഗത്ത് അവർ വീണ്ടും അഭിവൃദ്ധിയും ഉയർച്ചയും പ്രാപിക്കുന്നു. That's the first group. അത് ഒന്നാമത്തെ കൂട്ടർ. There's another group. അവിടെ മറ്റൊരു കൂട്ടരുണ്ട്. They are going through many problems in their lives. അവരുടെ ജീവിതത്തിൽ അവർ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. And they are praying to God, but God doesn't seem to be answering. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ തന്നെയും ദൈവം ഉത്തരം നൽകുന്നതായി കാണുന്നില്ല. Finally they get fed up and they say, what's the use? We've been praying, we've been fasting, and we are going to church, but God doesn't seem to be answering. അവസാനം അവര് നിരാശരായിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സഭയിൽ പോവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം? And those who are doing wickedly, those who are proud, they are promoted, they are all right. We who are downtrodden, who
are humbling ourselves, we are going mournfully before the Lord, nothing is happening to us. ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ഉയർത്തി ജീവിക്കുന്നവർക്ക് അവർക്ക് ഒരു ദോഷവും ഭവിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി മറ്റുള്ളവരാൽ ചവിട്ടി മെതിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ. Read chapter 3 verses 14 and 15. You will see these two groups. 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചാൽ ഈ രണ്ട് കൂട്ടരെ കാണാം. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. Ye have said it is vain to serve God, and what profit is it that we have kept his ordinance, and that we have walked mournfully before the Lord of hosts? And now we call the proud happy, they that work wickedness are set up, they that tempt God are even delivered. So there are people in this world who don't know God, they are tempting God, they are proud, they are wicked, they are indulging in so many wrong things that will provoke God to anger, but no fire is coming on them to consume them. They are all right. On the other hand, we are suffering so much, we keep praying to God, but God doesn't seem to be answering. ഈ ലോകത്തില് ദുഷ്പ്രവൃത്തിക്കാരായിട്ടുള്ളവർ, അഹങ്കാരികളായിട്ടുള്ളവർ, ദൈവത്തെ പരീക്ഷിക്കുന്നവർ, തെറ്റായ കാര്യങ്ങൾ ഇടപെടുന്നവരൊക്കെ ധാരാളമുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഒരു കോപം വരുന്നില്ല, ശിക്ഷ വരുന്നില്ല, ദൈവത്തിന്റെ അഗ്നി അവരുടെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ജീവിതത്തിൽ പല കഷ്ടാനുഭവങ്ങളോടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തില് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു വിടുതൽ നൽകുന്നതായും കാണുന്നില്ല. So what's the use of all this Christian life and consecrating ourselves, coming to church, praying? We do, but it seems to be nothing is happening to us, but everything is happening to those who are in the world. എന്നാൽ എന്താണ് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും ഉപയോഗവും? നമ്മളെ തന്നെ താഴ്ത്തുന്നു, കൂട്ടായ്മകൾക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അഭിവൃദ്ധിയൊന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെയും ലോകത്തിലുള്ള മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി നാം കാണുന്നു. King Solomon the wise was a man who had a good observation power. ജ്ഞാനിയായ ശലോമോൻ രാജാവിന് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. And he wrote down some of his observations. താൻ അപ്രകാരം കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ താൻ എഴുതി വെക്കുകയും ചെയ്തു. One such observation we read in Ecclesiastes chapter 9 and the first 3 verses. സഭാപ്രസംഗി 9-ാം അധ്യായത്തിന്റെ ആദ്യ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം താൻ കണ്ടുപിടിച്ചതായ ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സ് വെച്ചു. സ്നേഹമാകട്ടെ ദോഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല, സർവവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നതാനും. എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടയ്ക്കുന്നവനും ആണയിടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്, അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കലേക്ക് പോകുന്നു. For all this I considered in my heart, even to declare all this, that the righteous and the wise and their works are in the hand of God. No man knoweth either love or hatred by all that is before them. All things come alike to all. There is one even to the righteous and to the wicked, to the good and to the clean, and to the unclean, to him that sacrificeth, and to him that sacrificeth not. As is the good, so is the sinner, and he that sweareth, as he that feareth an oath. This is an evil among all things that are done under the sun, that there is one even unto all. Also the heart of the sons of men is full of evil, and madness is in their heart while they live, and after that they go to the dead. So when you look with your 5 senses, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം ശ്രദ്ധിക്കുമ്പോൾ, when you consider all things that are before the righteous and before the wicked, ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും മുമ്പാകെയുള്ള എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുമ്പോൾ, you can't say God loves the righteous and hates the wicked. ദൈവം നീതിമാന്മാരെ സ്നേഹിച്ച് ദുഷ്ടന്മാരെ വെറുക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. The same thing seems to be happening to the clean and to the unclean. നിർമ്മലനും മലിനനും ഒരേ കാര്യം തന്നെ
സംഭവിക്കുന്നു. As is the good, so is the sinner. നല്ലവനും ദുഷ്ടനും ഒരുപോലെ ഒരേ ഗതി വരുന്നു. Just because a saint is a saint, he doesn't die at 90, and just because a sinner is a sinner, he doesn't die at 30. They also die at old age. Some saints die young. ഒരു നീതിമാൻ ഒരു വിശുദ്ധൻ അവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന് മരിക്കുന്നില്ല. ഒരു വ്യക്തി പാപിയായിരിക്കുന്നത് കൊണ്ട് അവൻ 30-ാമത്തെ വയസ്സിൽ മരിക്കുന്നതുമില്ല. എന്നാൽ ഇവരൊക്കെയും ഒരുപക്ഷെ ചിലർ ദീർഘകാലമോ ചിലർ അല്പകാലമോ ജീവിച്ച് മരിക്കുന്നു. So when you make observations by your five senses, you seem to wonder whether God is there after all, because it's all the same in all places. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരുപക്ഷെ ദൈവമുണ്ടോ എന്ന് തന്നെ അത്ഭുതം തോന്നും. കാരണം എല്ലായിടത്തും എല്ലാവർക്കും ഒരേ ഗതി തന്നെ വരുന്നു. So you ask some Christians, how are you? ചില ക്രിസ്ത്യാനികളോട് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, because I'm in Chennai, I ask some people, they will reply in Tamil, eppadi irukkreenga. If I ask, they will say irukkren. ഞാൻ തമിഴ്നാട്ടിലാണ്. അവിടെയുള്ളവരോട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും ഇരിക്കുന്നു. That means I'm alive, that's all. അതിനർത്ഥം ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം. I'm not dead, that's the meaning. ഞാൻ മരിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. So the people are disillusioned with life. Their expectations, their longings, their prayers are gone unanswered, and therefore they are like this group of people looking at the world outside. They're all prosperous, we are suffering. അവർ പ്രാർത്ഥിക്കുന്നു, ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിനൊന്നും ദൈവം ഉത്തരം നൽകാൻ അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് മറ്റു മനുഷ്യരെ പോലെ അവർ പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെയും ചെയ്തിട്ട് ഞങ്ങൾക്കിത് ലഭിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ലോക മനുഷ്യർക്ക് ഇത് ലഭിക്കുന്നു. It is at this time that we are introduced to a third group of people. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് മൂന്നാമത്തെ ഒരു കൂട്ടരെ നാം അവിടെ കാണുന്നത്. So when one group of people are proud and wicked, they are set up, they tempt God and are delivered. ഒരു കൂട്ടർ അവർ നിഗളികളായി അഹങ്കാരികളായി ദുഷ്പ്രവർത്തിക്കാരായി ദൈവത്തെ ശോധന ചെയ്യുന്നവരായി ജീവിക്കുമ്പോൾ, another group, they're trying to be spiritual, they're fasting and praying and making requests to God, and nothing has happened, and they're jealous of the first group. മറ്റൊരു കൂട്ടർ അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ ആദ്യത്തെ കൂട്ടരോട് അസൂയുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ, you see a third group coming into the picture. അവിടെ ഒരു മൂന്നാമത്തെ കൂട്ടർ ചിത്രത്തിലേക്ക് വരുന്നത് കാണുവാൻ കഴിയും. Now read verse 16 of chapter 3. മലാക്കി 3:16 വാക്യം വായിക്കാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. Then they that feared the Lord spake often one to another, and the Lord hearkened and heard it, and a book of remembrance was written before him for them that feared the Lord and that thought upon his name. So in verse 16 you see another group of people just like group 2. They are also suffering. God is not answering their prayer. But this group, instead of murmuring and being jealous like the second group, they are fearing God. അവിടെ നാം വായിക്കുമ്പോൾ ഈ 16 വാക്യത്തില് മൂന്നാമതൊരു കൂട്ടരെ കാണുവാൻ കഴിയും. ഇവരും രണ്ടാമത്തെ കൂട്ടരെ പോലെ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്നത് പോലെ പെറുപെറുക്കാതെ ഇവർ ദൈവത്തെ ഭയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. And the words they speak to one another are words that express their fear towards God. അവർ തമ്മിൽ സംസാരിക്കുന്ന വാക്കുകൾ അത് അവരുടെ ഉള്ളിലുള്ള ദൈവ ഭയത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളാണ്. And we see that what they spoke to each other, one another, within the third group, their words are being recorded in a book called the Book of Remembrance. മൂന്നാമത്തെ കൂട്ടരായിട്ടുള്ളവർ അവർ തമ്മിൽ സംസാരിച്ച വാക്കുകൾ അതൊരു പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. പുസ്തകത്തിന്റെ പേര് സ്മരണ പുസ്തകം എന്നാണ്. So it is written, those words that they spoke were written, and they are those who fear the Lord and that thought upon his name. അവർ തമ്മിൽ സംസാരിച്ച വാക്കുകൾ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. അവര് അവനെ ഭയപ്പെടുകയും അവന്റെ നാമത്തെ സ്മരിക്കുകയും ചെയ്യുന്നവരാണ്. What does that mean, that thought upon his name and feared him? അവന്റെ നാമത്തെ സ്മരിച്ചു അല്ലെങ്കിൽ ഓർത്ത് അവനെ ഭയപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? The meaning is when they spoke, they were very careful not to speak anything that
that will dishonor the name of God. അതിന്റെ അർത്ഥം അവർ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ നാമത്തെ, അതിന്റെ മഹത്വത്തെ കെടുത്തു കളയുന്ന ഒരു വാക്കുപോലും സംസാരിക്കാതിരിക്കുവാൻ ഇവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. So those words were documented in a book in heaven by God. ആ വാക്കുകൾ സ്വർഗത്തിൽ ദൈവം ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുവാനിടയായി. Many years ago, about 10 years ago in Chennai, there was a believer. He was not a good believer, but coming to church, and he was an auto rickshaw driver. ഏകദേശം 10 വർഷത്തിന് മുമ്പ് ചെന്നൈയിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. അത്ര നല്ല വിശ്വാസിയൊന്നുമല്ല, പക്ഷെ സഭയ്ക്ക് വരുമായിരുന്നു. താനൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. One day his head was run over by a lorry. ആ ഒരു ദിവസം തന്റെ തലയിൽ കൂടി ഒരു ലോറി കയറിപ്പോയി. In his funeral, his wife testified. തന്റെ മരണസമയത്ത്, തന്റെ അടക്കാരാധനയിൽ തന്റെ ഭാര്യ ഇപ്രകാരം സാക്ഷി പറഞ്ഞു. She said, I know there are many questions that I don't have the answer to. എനിക്ക് ഉത്തരം നൽകുവാൻ കഴിയാത്ത പല ചോദ്യങ്ങൾ എന്റെ നേരെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. I don't know why this happened. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. But one thing I know. പക്ഷെ ഒന്ന് എനിക്കറിയാം. My God will never do bad things. He is a good God. എന്റെ ദൈവം ഒരിക്കലും തിന്മയൊന്നും ചെയ്യുകയില്ല. അവൻ നല്ലവനായ ദൈവമാണ്. So these words are recorded in the book of remembrance. ഈ വാക്കുകൾ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. While it is so easy to make observations with the five senses and pass so many comments, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പല കമന്റുകൾ നമുക്ക് പാസ്സാക്കാൻ കഴിയുമെങ്കിലും, while it is human that the second group is murmuring and jealous against the prosperous people and saying, what's the use of all our Christian life and sacrifice? അഭിവൃദ്ധി പ്രാപിച്ച ഒന്നാമത്തെ കൂട്ടരെ നോക്കി രണ്ടാമത്തെ കൂട്ടർ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് പറഞ്ഞ അസൂയപ്പെടുന്നത് അത് മാനുഷികം മാത്രമെങ്കിലും, there is a group of people who are suffering, going through the same situation, but they are not murmuring. They are very careful to honor God with their words and they are fearing God. അതുപോലെ തന്നെയുള്ള കഷ്ടതയുടെ ദുരനുഭവങ്ങളോട് കടന്നു പോകുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർ പിറുപിറുക്കുകയല്ല, ദൈവത്തെ ഭയപ്പെട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. That is why it is written, then they that fear the Lord spoke often one to another. That means while the second group is murmuring, that time this third group, they are fearing God. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അപ്പോൾ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് മറ്റു രണ്ടു കൂട്ടരും ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നാമത്തെ കൂട്ടം അവർ ദൈവത്തെ ഭയപ്പെട്ട് തമ്മിൽ സംസാരിക്കുകയാണ്. Why is it? What is it that made them not to murmur when they are in the same situation while and they are praising God? What made them do that? എന്തുകൊണ്ടാണ് അവരും അതേ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ പിറുപിറുക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നവരാക്കി അവരെ മാറ്റിയത്? They were satisfied with the person of God rather than the provision of God. അവര് ദൈവത്തിന്റെ ആ വ്യക്തിത്വത്തിൽ അവർ തൃപ്തരടഞ്ഞിരുന്നു. ദൈവം നൽകുന്ന നന്മകളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ആ വ്യക്തി പ്രഭാവത്തിൽ അവർ തൃപ്തി അടഞ്ഞിരുന്നു. So although their prayers were not being answered at this point of time, they were not dissatisfied because they had God. Although God didn't give them certain things, they were happy they had God with them. അവരുടെ ജീവിതത്തിൽ അവർ ആവശ്യപ്പെട്ടതെല്ലാം ദൈവം നൽകി കൊടുത്തില്ല എങ്കിൽ തന്നെയും അവർ തൃപ്തരായി സന്തോഷമായിരുന്നതിന് കാരണം അവർക്ക് അവരോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. So the problems were still there, but they knew God was with them, so they were not murmuring and they were not questioning. അവർക്ക് പ്രശ്നങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവർക്ക് ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ പിറുപിറുക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുന്നില്ല. Look at Joseph when he was in prison. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴുള്ള യോസഫിനെ ശ്രദ്ധിക്കുക. After about 11 years of being in prison unjustly like a God-forsaken man, അന്യായമായി ഏകദേശം 11 വർഷത്തോളം ദൈവത്താൽ ത്യജിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ കാരാഗ്രഹവാസത്തിന് ശേഷവും he stood for holiness, did not compromise with sin. Although nobody was watching, he could have committed sin and gotten off with it. താൻ വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നു. ഒരു മനുഷ്യനും കാണുന്നില്ലായിരുന്നു. തനിക്ക് വേണമെങ്കിൽ പാപം ചെയ്ത് അതിൽ നിന്ന് അതോടുകൂടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യാമായിരുന്നു. But in spite of standing for holiness, he is in a prison unjustly for 11 years. ഇപ്പോൾ താൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട് അന്യായമായി 11 വർഷക്കാലം കാരാഗ്രഹവാസം ചെയ്യേണ്ടി വരുന്നു. One day after 11 years, two men saw a dream. 11 വർഷത്തിന് ശേഷം രണ്ട് മനുഷ്യർ ഒരു സ്വപ്നം കാണുന്നു. And he asks them, why are you sad? എന്നിട്ട് ഇവൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ദുഃഖിച്ചിരിക്കുന്നത്? Everyone in the prison should be asking Joseph, why are you sad? He is asking those other people, why are you sad? ഈ കാരാഗ്രഹ
കാരാഗ്രഹത്തിലുള്ള എല്ലാവരും വന്ന് യോസഫിനോടാണ് ചോദിക്കേണ്ടത്, നീ എന്തിനാണ് വിഷാദിച്ചിരിക്കുന്നത്? പക്ഷെ യോസഫാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനു ദുഃഖിച്ചിരിക്കുന്നു? The reason is, in the Bible you will read like a refrain, like a chorus in a song, every now and then God was with him. നാം വേദപുസ്തകത്തില് അവിടെ ആ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. So God was with him and he could feel the presence of God even in the prison. That's why he was not dissatisfied, he was happy. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവന് ദൈവ സാന്നിധ്യം അവിടെയും അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നത് കൊണ്ട് അവൻ നിരാശനാകാതെ സന്തോഷവാനായിരിക്കുന്നു. So when those who fear God and those who want to honor God in the midst of their troubles pray and speak to one another, God records all those words in a book of remembrance. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കഷ്ടത്തിന്റെ സമയത്ത് ദൈവത്തെ ഭയപ്പെട്ട് അന്യോന്യം സംസാരിക്കുക. ദൈവം അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവന്റെ സ്മരണ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. What is that? എന്താണത്? Book of remembrance. സ്മരണ പുസ്തകം. The name of that book itself tells you something. അതിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. So when you pray, God writes it in a book of remembrance. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് അവന്റെ സ്മരണ പുസ്തകം അല്ലെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതുന്നു. Two things. It means two things. അതിനർത്ഥം രണ്ട് കാര്യമാണ്. One, when God writes it in a book of remembrance, he's saying, I'm not going to answer your prayer now. ദൈവം ആ ഓർമ്മയുടെ പുസ്തകത്തിൽ അല്ലെ സ്മരണ പുസ്തകത്തിൽ അത് എഴുതുമ്പോൾ അതിനർത്ഥം ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഉത്തരം തരില്ല എന്നാണ്. I've hearkened to your prayer, I know what you prayed, I've written it down, but I won't answer now. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നീ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയാം, ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഉത്തരം തരില്ല. Two, the reason I've written it down is I will remember it one time and I will answer it at another point of time. രണ്ടാമത് ഞാൻ അത് എഴുതി വെച്ചതിന് കാരണം മറ്റൊരു സമയത്ത് മറ്റൊരു സാഹചര്യത്തിൽ നിന്റെ പ്രാർത്ഥന ഞാൻ ഓർക്കും. So God says, I will answer, but not now. That's the meaning of He's writing in a book of remembrance. താൻ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഞാനത് കേട്ടിരിക്കുന്നു, പക്ഷെ അതിന് ഉത്തരം തരും, പക്ഷെ ഇപ്പോഴല്ല. Those who are going to work, ജോലിക്ക് പോകുന്നവർ, why don't you spend all your money every month? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പണം ഒരു മാസം കിട്ടുന്ന പണം മുഴുവനും ആ മാസം തന്നെ തീർക്കാത്തത്? Why do you save some of it for a later point of time? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ കുറച്ച് ഭാഗം പിന്നീടുള്ള ഉപയോഗത്തിന് സൂക്ഷിച്ചു വെക്കുന്നത്? It's the same thing that God does with our prayers. അത് തന്നെയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകളോടും ചെയ്യുന്നത്. There is evidence for this in the Bible. വേദപുസ്തകത്തിൽ ഇതിന് തെളിവുകളുണ്ട്. One of them is what we read just now. God writes it in a book of remembrance. അതിലൊന്ന് ദൈവം തന്റെ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. In the Psalms, the psalmist says, Lord, all my tears are stored in thy bottle. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ കണ്ണുനീരൊക്കെയും അവൻ തുരുത്തിയിലാക്കി വെക്കുന്നു. What is the meaning of that? എന്താണ് അതിന്റെ അർത്ഥം? God is not collecting our literal tears. The meaning is when we humble ourselves and pray to God, He is storing our prayers somewhere in heaven. അതിനർത്ഥം നമ്മുടെ കണ്ണുനീരെല്ലാം ദൈവം വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നല്ല. നമ്മെ തന്നെ താഴ്ത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയും ദൈവം സ്വർഗത്തിൽ എവിടെയോ സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. For hundreds of years the Israelites were crying out to God in their slavery, but it was only after 400 years that God appears to Moses and says, your prayers have come up to me. ഇസ്രായേൽ ജനം അവരുടെ അടിമത്ത നിമിത്തം 100 കണക്കിന് വർഷം ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 400 സംവത്സരത്തിന് ശേഷമാണ് ദൈവം ഇറങ്ങി വന്ന് മോശയോട് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. So God is telling some of us, so we are praying and praying, we're not getting answers. God is telling the group too who are murmuring and saying, see, all the others are good, people in the world are good, those who don't know God, they are all well off. God is telling you, no, the answer is not yet come. Wait, patiently wait. രണ്ടാമത്തെ കൂട്ടരോട് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും ദൈവം പ്രവർത്തിക്കാതെ ഇരിക്കുന്നു. അതുപോലെ അപ്രകാരമല്ലാത്ത ദുഷ്പ്രവൃത്തിക്കാർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് കണ്ട് പിറുപിറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, പക്ഷേ സമയം വന്നിട്ടില്ല. But God is telling them to wait. ദൈവം അവരോട് കാത്തിരിക്കുവാൻ ആവശ്യപ്പെടുന്നു. Not only that, അത് മാത്രമല്ല, in the same passage God gives the answer what is going to happen to those people whom everyone is jealous about, those who are promoted, those who tempt God, those who don't care about God and still are prosperous. അതേ അധ്യായത്തിൽ തന്നെ താഴേക്ക് നാം വായിക്കുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കുകയും അഹങ്കാരികളായിരിക്കുകയും ദുഷ്പ്രവർത്തിക്കാരായിരിക്കുകയും
പഠിക്കുകയും ചെയ്തിട്ടും അഭിവൃദ്ധി പ്രാപിക്കുന്നവരെ കുറിച്ച് അവരുടെ അവസാനം എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് ദൈവം മറുപടി പറയുന്നുണ്ട്. So God is looking at group 2 who are murmuring and group 3 who are fearing God and telling them, see, you look at group 1, they're all prosperous. I'll tell you what's going to happen to them. ആ പിറുപിറുക്കുന്ന രണ്ടാമത്തെ കൂട്ടരോടും ദൈവത്തെ ഭയപ്പെടുന്ന മൂന്നാമത്തെ കൂട്ടരെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഒന്നാമത്തെ കൂട്ടർക്ക് വരുവാൻ പോകുന്ന അവസാനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. So we'll read that in Malachi 3:15 again, the first group. ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് മലാക്കി 3:15 നാം വായിക്കുന്നുണ്ട്. ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. And now we call the proud happy, yea, that they work wickedness are set up. Enough. So now the response to this, what's going to happen to these people who tempt God and they are still promoted and set up? ദൈവത്തെ പരീക്ഷിച്ചതിന് ശേഷവും അഭ്യുദയം പ്രാപിക്കുന്ന മനുഷ്യർക്ക് എന്തു സംഭവിക്കും? Those who are proud and still happy, those who are working wickedness and are set up. അഹങ്കാരികളായിട്ടും അവർക്ക് സന്തോഷമായിരിക്കുന്നു, ദുഷ്പ്രവൃത്തി ചെയ്തിട്ടും അവർ അഭ്യുദയം പ്രാപിക്കുന്നു. Read 4:1. 4:1 വായിക്കാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. For behold, the day cometh that shall burn as an oven, and all the proud and all that do wickedly shall be stubble, and the day that cometh shall burn them up, saith the Lord of hosts, that it shall leave them neither root nor branch. This is a prophecy about the coming tribulation period. ഇത് വരുവാനുള്ള ഉപദ്രവ കാലത്തെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ്. Day is coming which is going to burn like an oven. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. And in that day, those who are proud, whom you say are happy, and those who do wickedly and you say they are set up, they are going to burn. They are going to become like stubble. അന്ന് ആ ദിവസത്തിൽ അഹങ്കാരികളായിട്ടും സന്തോഷമായിരിക്കുന്നവരും ദുഷ്പ്രവർത്തിക്കാരായിട്ടും അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്ന അവരൊക്കെയും അവരെല്ലാവരും താളടി പോലെ കത്തുവാനിടയാകും. So dear children of God, don't look at the material prosperity of the people of this world and make wrong judgments. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ഭൗതിക അഭിവൃദ്ധി നോക്കിയിട്ട് തെറ്റായ വിധികൾ നിങ്ങൾ പുറപ്പെടുവിക്കരുത്. And just because you don't have abundance, don't think that God has forsaken you. നിങ്ങൾക്ക് സമൃദ്ധിയില്ല എന്ന് കരുതി ദൈവം നിങ്ങളെ കൈവിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Has not God chosen the poor of this world rich in faith? ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ ദൈവം തെരഞ്ഞെടുത്തുവല്ലോ. So don't think that God is not answering you and is not supplying your needs. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നൽകി തരാതെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Those who trust in their uncertain riches and those who are proud about that and those who are doing wickedly because they have the money to use it and misuse, the day is coming then the money will burn and they will burn. ഒരു തങ്ങൾക്ക് ആവശ്യത്തിന് അധികമായി പണവും മറ്റു കാര്യങ്ങളും അഭിവൃദ്ധിയും എല്ലാം ഉള്ളതുകൊണ്ട് അവർ അഹങ്കരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്ന മനുഷ്യരെ കണ്ട് അവർ അങ്ങനെ ആയിരിക്കുന്നുണ്ട്. നാം അസൂയപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ഒരു ദിവസം അവരുടെ പണവും അവരുടെ സമ്പത്തും അവരും കത്തിപ്പോകുവാൻ അല്ലെങ്കിൽ ദഹിച്ചു പോകുവാൻ ഇടയാകും. This day of tribulation is very, very, very near. ഈ ഉപദ്രവത്തിന്റെ ആ കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. Jesus gave some signals about the time of his coming. കർത്താവിന്റെ വരവിനെ കുറിച്ച് യേശു ചില അടയാളങ്ങൾ പറയുകയുണ്ടായി. The day and the hour you do not know. ആ നാളും നാഴികയും നിങ്ങൾക്ക് അറിയുകയില്ല. But still, we looking at what's happening around us, we can make a strong guess when his coming is very near. എന്നാൽ നമുക്ക് ചുറ്റുപാട് സംഭവിക്കുന്നത് നോക്കിയിട്ട് യേശു കർത്താവ് വരുന്നത് അടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. I am sorry I don't have a map of Israel, but if you take the map of Israel and the Middle East. എൻ്റെ ഇസ്രായേലിന്റെ ഒരു മാപ്പ് ഇപ്പോൾ ഇല്ല. നിങ്ങൾ ഇസ്രായേലിന്റെ ഒരു മാപ്പ് എടുത്തിട്ട് ഭൂപടം എടുത്ത് മധ്യപൂർവേഷ്യയുടെ ഭാഗം നിങ്ങൾ പരിശോധിച്ചാൽ right now ഇപ്പോൾ to the north of Israel is Lebanon. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് ലെബനോൻ ആണ്. In Lebanon there is a terrorist group, that is an anti-Israel terrorist group called Hezbollah. ലെബനനിൽ ഹിസ്ബുള്ള എന്ന പേരിൽ ഇസ്രായേലിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര പ്രവർത്തകർ ഒരു കൂട്ടരുണ്ട്. They have fought
40,000 missiles in their hands. അവരുടെ കയ്യിൽ ഏകദേശം 40,000-ഓളം മിസൈലുകളുണ്ട്. Of those 40,000 missiles, 11,000 missiles are facing Israel. ആ 40,000 മിസൈലുകളിൽ ഏകദേശം 11,000 എണ്ണം ഇസ്രായേലിന്റെ നേരെ വെച്ചിരിക്കുന്നു. Then if you on the other side, still on the north of Syria, you see the Syrian army getting ready to fight with Israel. അതിന്റെ മറുഭാഗത്ത് വേറൊരു ഭാഗത്ത് സിറിയയുടെ അതിർത്തിയിൽ സിറിയൻ പട്ടാളം ഇസ്രായേലിന് വിരോധമായി യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. On January 31st this year, the Israel planes went and bombed a series of lorries that were carrying missiles to an unknown destination. ഈ 2013 ജനുവരി മാസം 31-ാം തീയതി ഇസ്രായേലിന്റെ വിമാനങ്ങൾ ചെന്ന് ഒരു മിസൈലുമായി പോയിക്കൊണ്ടിരുന്ന ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കുറെ ലോറികൾ ബോംബിട്ട് തകർക്കുകയുണ്ടായി. They were passing through Syria. അവ സിറിയയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. So now Syria is angry and its army is getting ready. അതുകൊണ്ട് സിറിയയ്ക്ക് കോപം വന്ന് അതിന്റെ പട്ടാളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Not only that, അത് മാത്രമല്ല, some part of Iran's army, they are also now in Syria, stationed in the border of Israel. ഇറാന്റെ പട്ടാളക്കാരിൽ ഒരു കൂട്ടര് അവര് സിറിയയുടെ അതിർത്തിയിൽ വന്ന് ഇസ്രായേലിന് വിരോധമായിട്ട് അവരും ഒരുങ്ങിയിരിക്കുന്നു. Not only that, അത് മാത്രമല്ല, some US troops have descended in Turkey, which is north of Israel, and they are stationed there. അമേരിക്കയുടെ ചില പട്ടാളക്കാർ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള തുർക്കിയിൽ അവിടെ ഇറങ്ങി കാത്തിരിക്കുന്നു. Not only that, അത് മാത്രമല്ല, Russian ships are now in the Mediterranean Sea going up and down there next to Israel. ഇസ്രായേലിന് അടുത്തുള്ള മെഡിറ്ററേനിയൻ കടലിൽ റഷ്യൻ പടക്കപ്പലുകൾ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. Read Luke chapter 21. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം and read verse 20. 20-ാം വാക്യം വായിക്കാം. സൈന്യങ്ങളുടെ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. And when ye shall see Jerusalem compassed with armies, then know that the desolation thereof is nigh. Can you see how prophecies are getting fulfilled? What I told you is happening right now, and this is what Jesus said. When you see Jerusalem surrounded by armies, so many armies are surrounding Jerusalem, remember its desolation is near. എങ്ങനെയാണ് പ്രവചനങ്ങൾ നിവൃത്തിയായി വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അത് ഈ വാക്യത്തിലുണ്ട്. യേശു തന്നെ പറയുകയാണ്, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. Now listen, when this desolation is in the middle of the tribulation period, so Jesus is saying that desolation is near, which means 3.5 years before that Jesus will come. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ശൂന്യകാലം എന്ന് പറയുന്നത് ഉപദ്രവകാലം തുടങ്ങി 3.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് ഈ ശൂന്യകാലത്തിന് 3.5 വർഷത്തിന് മുമ്പ് കർത്താവായ യേശു വരും. We are living in a time when we are in an emergency period where we have to turn our focus from studying and earning money and going abroad and settling down in this world to focusing on getting ready to go when Jesus comes and fly away and escape these things which shall come to pass. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്നുള്ളത് നാം നല്ല വിദ്യാഭ്യാസം നേടി ജോലി നേടി വിദേശങ്ങളിൽ പോയി ആ രാജ്യങ്ങളിൽ പോയി നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ആകുന്ന ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ വിട്ടിട്ട് യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് മറ്റുള്ളതെല്ലാം വിട്ട് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി അവന്റെ കൂടെ പോകുവാൻ നാം ഒരുങ്ങേണ്ടതായ ഒരു കാലം, അങ്ങനെയുള്ള ഒരു അടിയന്തരമായ കാലം കടന്നു വന്നിരിക്കുന്നു. I'm not saying stop studying, stop working, stop earning money. നിങ്ങൾ ജോലി ചെയ്യരുത്, പഠിക്കരുത്, പണം സമ്പാദിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. But if our focus is going to be on that, and if our conversation is going to be about that, if you are opening the newspapers for that, if you are browsing the internet for that, and if you are communicating and praying for that, that's going to be dangerous. നമ്മുടെ ശ്രദ്ധ അതിൽ മാത്രം പതിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇന്റർനെറ്റ് തുറക്കുന്ന അതിനുവേണ്ടി മാത്രമാകുന്നുവെങ്കിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ചെയ്യുന്നതൊക്കെയും അതിനുവേണ്ടി മാത്രമാകുന്നുവെങ്കിൽ, അങ്ങനെയെങ്കിൽ അത് അപകടകരമായി തീരുവാൻ പോകുന്നു. Seek ye first the kingdom of God and his righteousness, and all these things will be added unto you. ദൈവത്തിന്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. Your heavenly Father knoweth that you have need of so many material things, but don't let those material things become a curse that take you away from the coming of the Lord. നിങ്ങൾക്ക് ഭൗതികമായ പല നന്മകൾ ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. എന്നാൽ അതേ ഭൗതിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാപമായി തീർന്ന് കർത്താവിന്റെ വരവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതായി തീരുവാൻ ഇടയാകരുത്. Let our conversation become holy, and let our words be those that fear God, so that it will be recorded in a book of remembrance to be rewarded in due time. നമ്മുടെ നടപ്പ് വിശുദ്ധിയോടുകൂടിയും നമ്മുടെ വാക്കുകൾ ദൈവ ഭയത്തോടുകൂടിയും ആയിരിക്കട്ടെ
പറയട്ടെ, അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന്റെ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും കർത്താവ് വരുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കാൻ ഇടയായി തീരുകയും ചെയ്യും. Jesus is coming very, very, very soon. യേശു അതിവേഗം എത്രയും പെട്ടെന്ന് വരുവാൻ പോകുന്നു. Just after Jesus comes and goes, യേശു വന്ന് പോയതിനു ശേഷം the Antichrist is going to control all the money that anyone has in their bank. ആ ഏതൊരു മനുഷ്യനും സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം മുഴുവനും എതിർ ക്രിസ്തു നിയന്ത്രിക്കുവാൻ പോകുന്നു. If you have 5 crores in your name in the bank, the Antichrist is going to take control of it. നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ 5 കോടി രൂപ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും എതിർ ക്രിസ്തു അത് എടുക്കുവാൻ പോകുന്നു. And you will have it back to use only if you take the mark of the beast. നിങ്ങൾക്ക് അത് തിരികെ ലഭിക്കുന്നത് മൃഗത്തിന്റെ മുദ്ര നിങ്ങൾ ഏറ്റാൽ മാത്രമേ ഉള്ളൂ. And I don't have to go into the details of that. You know how it's coming step by step. You know the trap is being laid. അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ എനിക്ക് സമയമില്ല. നിങ്ങൾക്കും അറിയാം അത് പടിപടിയായി എപ്രകാരം അടുത്തു വന്നുകൊണ്ട് ഒരു കെണിയായി അത് വിരിച്ചിരിക്കുന്നത് എപ്രകാരമെന്ന് നിങ്ങൾക്കും അറിയാം. So all that we are going to earn hereafter, we are going to give into the hand of the Antichrist. നാം ഇപ്പോൾ ഇനി ഇതിനു ശേഷം സമ്പാദിക്കുവാൻ പോകുന്നതൊക്കെയും എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ കൊടുക്കേണ്ടതിനായിട്ടാണ്. The world is going to be more and more anti-Christian as the coming of the Lord near. കർത്താവിന്റെ വരവ് സമീപിക്കും തോറും ഈ ലോകം മുഴുവനും ക്രിസ്തു വിരോധികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. The government rules will become anti-Christian rules. സർക്കാരിന്റെ നിയമങ്ങളൊക്കെയും ക്രിസ്ത്യാനികൾക്ക് വിരോധമായിട്ടുള്ള നിയമങ്ങളായി തീരുന്നു. Read Luke 21:17. ലൂക്കോസിന്റെ സുവിശേഷം 21:17 വായിക്കാം. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, and ye shall be hated of all men for my name's sake. The meaning of this, religions will turn against Christians, governments will turn against Christians, everyone will turn against true Christians. അതിനർത്ഥം മതങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരായി തീരും, സർക്കാരുകൾ ക്രിസ്ത്യാനികൾക്കെതിരായി തീരും, സകല മനുഷ്യരും സത്യ ക്രിസ്ത്യാനികൾക്കെതിരായി തീരും. If we are going to live for our belly, if we are going to live for money, if we are going to live to get fame and name in this world, we are going in the wrong direction. We are going to fall into the trap. നാം പണത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ വയറിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, പേരും പ്രശസ്തിക്കും വേണ്ടി നാം ജീവിക്കുന്നുവെങ്കിൽ നാം കെണിയിൽ വീഴുവാൻ പോകുന്നു. We are going to be left behind if our focus is not all on the coming of the Lord. നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ പ്രാധാന്യവും കർത്താവിന്റെ വരവ് എന്നുള്ള വിഷയത്തിൽ അല്ലായെങ്കിൽ നാം എല്ലാം കൈവിടപ്പെടുവാൻ പോകുന്നു. Read Colossians chapter 3 കൊലോസ്യ ലേഖനം 3-ാം അധ്യായം and verse 2. 2-ാം വാക്യം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. Set your affection on things above, not on things on the earth. ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പിൻ. That means set your affections only on things above. ഉയരത്തിലുള്ളത് തന്നെ, അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിപ്പിൻ. That means the Bible is saying don't even pray for job and money and things pertaining to this world. അതിനർത്ഥം വേദപുസ്തകം തന്നെ പറയുന്നത് പണത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒന്നിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയേ വേണ്ട എന്ന് തന്നെയാണ്. Students, you don't have to pray for your exams. കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. You don't have to pray about what you have to do after you finish your school. നിങ്ങൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പ്രാർത്ഥിക്കേണ്ട. After you finish your studies, you don't have to bother about what's going to happen, what your career is going to be. നിങ്ങളുടെ ജോലി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ പഠനകാലത്ത് തന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. My God will supply all your need from the riches of His glory, but you seek God. എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നൽകി തരും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ. You know, I got 54% in mathematics in my plus 2 studies. എനിക്ക് എന്റെ പ്ലസ് ടു പരീക്ഷയ്ക്ക് എനിക്ക് 54% മാർക്സിന് മാർക്ക് ലഭിക്കുകയുണ്ടായി. What course will you get after that? അതിനുശേഷം എന്ത് കോഴ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? You know, after I got 54% in maths, I finished my degree in maths. I finished my postgraduate in maths. I finished my MPhil in maths. I got a gold medal in maths. I became a lecturer in maths. എനിക്ക് പ്ലസ് ടുവിൽ 54% മാത്സിന് മാർക്ക് ലഭിച്ചതിന് ശേഷം എന്റെ ബിരുദം ഞാൻ മാത്സിൽ ഫിനിഷ് ചെയ്തു. എന്റെ ബിരുദാനന്തര ബിരുദം ഞാൻ മാത്സിൽ എടുത്തു. അതിനുശേഷം മാത്സിൽ ഞാൻ MPhil ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു മാത്സിന്റെ പ്രൊഫസർ ആയി തീർന്നു. So see, God with 54 marks He gave it to me. So you don't have to bother much about these things. He will supply your needs. You put your burden on in heaven. വെറും 54% മാർക്ക് കൊണ്ട് ദൈവം എനിക്ക് ഇതെല്ലാം നൽകി തന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിനും അസാധ്യം
അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകി തരും. നിങ്ങൾ സ്വർഗത്തിലുള്ളത് ഉയരത്തിലുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. If you'll turn to Luke chapter 13 and read verse 24. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. Strive to enter in at the straight gate, for many, I say unto you, will seek to enter in. Read the whole verse, please. മുഴുവൻ വായിക്കാം വാക്യം. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Strive to enter in at the straight gate, for many, I say unto you, will seek to enter in and shall not be able. Many will seek to enter in to find the way to heaven, that narrow way, but will not be able. But you who have found it, strive to enter in. പലരും ആ ഇടുക്കുവാതിലൂടെ കടന്ന് സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ ശ്രമിക്കും, പക്ഷേ കഴിയുകയില്ലതാനും. എന്നാൽ ആ വഴി കണ്ടെത്തിയതായി നിങ്ങൾ ആ വഴിയിലൂടെ കടന്ന് അവിടെ എത്തുവാൻ പോരാടുവിൻ. So that means don't just seek, strive. അതിനർത്ഥം നിങ്ങൾ വെറുതെ അന്വേഷിച്ചാൽ പോരാ, നിങ്ങൾ പോരാടണമെന്നാണ്. The word strive there in Greek is the word agonizomai, from which the word agony in English comes. ആ സ്ട്രൈവ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പോരാടുവിൻ എന്നുള്ള വാക്ക് അതിന്റെ യവന പദം നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ ആ വാക്കിൽ നിന്നാണ് ദുഃഖം എന്നുള്ള ഒരു വാക്ക് വന്നിരിക്കുന്നത്. Agony, vyagulam. വ്യാകുലം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. So that means you have to be in agony, that strain every nerve, use all the force you have to enter through that gate. അതിനർത്ഥം നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നമ്മുടെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നത് പോലെ വ്യാകുലപ്പെട്ട് നാം അകത്ത് കടക്കുവാൻ ശ്രമിക്കണമെന്നാണ്. Let's ask ourselves a question. നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കുക. What is the chief burden of our hearts today? ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഭാരം എന്താണ്? What is our heart heavy about? നമ്മുടെ ഹൃദയം എന്തിനെ കുറിച്ചാണ് Is ഭാരപ്പെട്ടിരിക്കുന്നത്? it about something material about this world? അത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഭൗതികമായ ഒരു വിഷയത്തെ കുറിച്ചാണോ? The more you cry, you're only going to lose your health on these things. Please don't waste time. These are God's problems. He will take care of us. But let our hearts be burdened about things above. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അധികം ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ ആരോഗ്യം വെറുതെ നശിക്കത്തേയുള്ളൂ. ഇതൊക്കെയും ദൈവത്തിന്റെ വിഷയമാണ്, ദൈവത്തിന്റെ ഭാരമാണ്. അവന്റെ കയ്യിൽ കൊടുക്കുക, അവൻ അത് നൽകി കൊടുക്കും. നിങ്ങൾ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ഭാരപ്പെടുവിൻ. You just make a test and test this. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. Stop praying for your material needs. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്ന് നിർത്തുക. From today onwards, do not pray for any of your material needs. ഇന്ന് മുതൽ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. From today onwards, turn your focus on spiritual needs. ഇന്ന് മുതൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആത്മീക കാര്യങ്ങൾക്ക് കൊടുക്കുവിൻ. And see whether, taste and see that the Lord is good. Test and see that the Lord will answer your needs. യഹോവ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നൽകി തരുന്നു എന്നുള്ളത് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ. Your Pastor T. Thomas once gave a testimony. ഒരിക്കൽ പാസ്റ്റർ ടി തോമസ് ഇപ്രകാരം ഒരു സാക്ഷ്യം പറഞ്ഞു. I think I've shared it already. I don't mind sharing it again. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിൽ തന്നെ പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. He said when he was a young boy in Mumbai and he had finished his studies, he was praying and praying for a job. He wouldn't get a job. താൻ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ യൗവനക്കാരനായി മുംബൈയിലായിരുന്ന സമയത്ത് തന്റെ ജോലിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു, പക്ഷെ തനിക്ക് ലഭിച്ചില്ല. Then God spoke to him. ദൈവം തന്നോട് അപ്പോൾ സംസാരിച്ചു. Stop praying for that. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് You നിർത്ത്. focus on holiness. നീ വിശുദ്ധിക്ക് വേണ്ടി ശ്രദ്ധിച്ചു കൊള്ളുക. You pray for holiness and pray for spiritual things. നീ വിശുദ്ധിക്ക് വേണ്ടിയും ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. When God spoke to him, he started crying and crying and prayed for holiness. താൻ ദൈവം ഇത് തന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താൻ വിശുദ്ധിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. In 1 week, ഒരാഴ്ചക്കുള്ളിൽ his no job problem went and another problem came. തനിക്ക് ജോലി ഇല്ല എന്നുള്ള പ്രശ്നം പോയിട്ട് വേറൊരു പ്രശ്നം വന്നു. He got 2 very good jobs and his problem was which one to choose now. തനിക്ക് വളരെ നല്ല 2 ജോലി ലഭിച്ചു. ഇപ്പോൾ തന്റെ പ്രശ്നം ഇതിൽ ഏത് തെരഞ്ഞെടുക്കണമെന്നാണ്. So see how when he stopped focusing on worldly things, God supplied his needs. താൻ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ ആവശ്യം നൽകി തന്നത് നോക്കുക. We as Christians should not fall into the deception of going after material riches and get left behind when Jesus comes. നാം ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഭൗതിക നന്മകൾക്ക് പിന്നാലെ പോകുന്ന വഞ്ചനയിലേക്ക് വീണ് കർത്താവായ യേശു വരുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്നവരായി തീരരുത്. Let me tell you one thing. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. When Jesus comes and goes, യേശു വന്ന് പോകുമ്പോൾ
And the Antichrist will set up a global army, his army, a global police, global community, global army. എതിർ ക്രിസ്തു മുഴു ലോകത്തിലും അവന്റെ തന്നെ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു പട്ടാളം അല്ലെ അവന്റെ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ അവൻ ഒരുക്കി നിർത്തും. They will be all over the world. അവർ മുഴു ലോകത്തിലും കാണും. In fact, you know, in so many parts of India and in China, so many highways are being newly made. വാസ്തവത്തിൽ ഇന്ത്യയിലും ചൈനയുടെയും വിവിധ ഭാഗങ്ങളിൽ അനേക പുതിയ ഹൈവേകൾ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. I don't know how it is in Kerala. In Chennai, from the southern tip to Jammu and Kashmir, you have highways. ഈ കേരളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടില് അതിന്റെ തെക്കേ അറ്റം മുതൽ അങ്ങ് ജമ്മു കാശ്മീർ വരെ ഹൈവേകളുണ്ട്. There are international highways also connecting countries. പല രാജ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അന്തർദേശീയ ഹൈവേകളുമുണ്ട്. You know why? എന്തുകൊണ്ടെന്നറിയുമോ? What is the ultimate reason behind this? അതിന്റെ പുറകിലുള്ള യഥാർത്ഥ കാരണം അറിയാമോ? The whole world is getting global. മുഴു ലോകവും ഇന്ന് സാർവലൗകികമായി തീരുകയാണ്. So it is now. So when we were there, the police, the international police and the global army wants to chase and reach a group of people fast by road. Now it is easy for them. ഇപ്പോൾ മുഴു ലോകത്തിലുമുള്ള പോലീസിന് അല്ലെങ്കിൽ സാർവദേശീയ പോലീസിന് ഏതെങ്കിലും ഒരു മനുഷ്യനെയോ ഒരു കൂട്ടം ആൾക്കാരെയോ റോഡിൽ കൂടി പിന്തുടർന്ന് പിടിക്കണമെങ്കിലും അത് വളരെ ആയാസരഹിതമാണ്. Dear child of God, you may be having a very big house now, but if you are left behind, you can't live in that house. പ്രിയ ദൈവ പൈതലേ, നിനക്ക് ഒരുപക്ഷെ വലിയൊരു വീട് കാണും, പക്ഷേ നീ കൈവിടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ താമസിക്കുവാൻ കഴിയുകയില്ല. Because the first people that the Antichrist will come to catch are the Pentecostals. എതിർ ക്രിസ്തു പിടിക്കുവാൻ പോകുന്ന ആദ്യത്തെ കൂട്ടരെന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരെയാണ്. Because we are the ones who will not join with others. എന്തുകൊണ്ടെന്നാൽ നാമാണ് മറ്റാരുമായിട്ട് ചേർന്ന് പോകാത്തവർ. Even Christians are getting ecumenical, interdenominational unity, and they are joining with other religions. ഇന്ന് ക്രിസ്ത്യാനികൾ പോലും അവരുടെ മതഭേദങ്ങൾ തമ്മിൽ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. But we are the ones who say, no, that's not right. Jesus is the only way. എന്നാൽ നാമാണ് പറയുന്നത് അതല്ല ശരി, യേശുവാണ് ഏക വഴി എന്ന് പറയുന്നവർ. We are the ones who say, come out from amongst them and be separate. നാമാണ് അവരോട് പറയുന്നത് അവരിൽ നിന്ന് പുറപ്പെട്ടു പോരുവൻ വേർപെട്ടിരിപ്പിനെന്ന്. And when we get left behind, woe unto us. നാം കൈവിടപ്പെടുമ്പോൾ നമുക്ക് അയ്യോ കഷ്ടം. So we must change our attention, our focus on heavenly things. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നാം സ്വർഗീയ കാര്യങ്ങളിലേക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. The day is coming when the earth is going to burn like an oven, and those proud and happy and wicked people are going to burn. ഈ മുഴു ലോകവും ഒരു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികളും താളടിയായി തീരും. Come back to Malachi chapter 3. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ We just read what's going to happen to the proud and the wicked. നാം അഹങ്കാരികൾക്കും ദുഷ്പ്രവർത്തിക്കാർക്കും എന്ത് സംഭവിക്കുമെന്ന് കണ്ടു. In verse 16, 16-ാം വാക്യത്തിൽ, read verse 16 again. 16-ാം വാക്യം വീണ്ടും വായിക്കാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ ശ്രദ്ധിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. Enough. Then they that fear the Lord spake often one to another, and the Lord hearkened and heard it. Then they that fear the Lord. You see a group of people who are fearing the Lord. അവിടെ ദൈവത്തെ ഭയപ്പെടുന്ന യഹോവ ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Now read 4:2. 4-2 വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴെ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കളെ പോലെ തുള്ളിച്ചാടും. But unto you that fear my name shall the Son of Righteousness arise with healing in his wings, and he shall go forth and grow up as cows of the stall. So God is referring to the group of people in 3:16, those who feared my name. To you who feared my name, you're going through many troubles today. I'm not answering your prayer, but when I rise, I will rise as the Son of Righteousness in your midst. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന യഹോവ ഭക്തന്മാരെ കുറിച്ച് അവരെ കുറിച്ച് ദൈവം പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ടായിരിക്കാം, എന്നാൽ ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നീതി സൂര്യനായി രോഗോപശാന്തിയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഉദിക്കുവാൻ ഇടയാകും. Why is he calling himself the Son of Righteousness? എന്തുകൊണ്ടാണ് ദൈവം അവനെ തന്നെ നീതി സൂര്യൻ എന്ന് വിളിക്കുന്നത്? Because those who are fearing God, they are going through paths that seem unjust to them. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവർ അവർക്ക് അനീതി എന്ന് തോന്നുന്ന വിധത്തിൽ പാതകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. God is taking you through paths of reproach where other people are questioning your faith. മറ്റു മനുഷ്യർ
മനുഷ്യർ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള നിന്ദകളിലൂടെ ദൈവം നിങ്ങളെ നടത്തുന്നുണ്ടായിരിക്കാം. You go to church all the time. Look what's happening to your family. നിങ്ങൾ എപ്പോഴും ഫെയ്ത്ത് ഹോമിലേക്ക്, പള്ളിയിലേക്ക്, ആരാധനയ്ക്ക് പോകുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കുന്നു? But you have to wait. എന്നാൽ നിങ്ങൾ കാത്തിരിക്കണം. To them Jesus says, now it seems you are living in an unrighteous situation. യേശു അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഇന്നൊരു പക്ഷേ നിങ്ങൾ അനീതി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നത് പോലെ തോന്നിയേക്കാം. But if you do not murmur at this time, എന്നാൽ ഈ സമയത്ത് നിങ്ങൾ പിറുപിറുക്കാതെ ഇരുന്നാൽ, if you continue to fear my name, നിങ്ങൾ തുടർന്നും എന്റെ നാമത്തെ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ, I will record all your prayers in the book of remembrance. ഞാൻ നിങ്ങളുടെ സകല പ്രാർത്ഥനകളും സ്മരണ പുസ്തകത്തിൽ എഴുതി വെക്കും. And at the right time I will rise up in your church, in your family, in your life with my righteousness. ശരിയായ സമയം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സഭയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വീട്ടിൽ ഞാൻ എന്റെ നീതിയോടുകൂടി ഞാൻ ഉദിക്കുവാനിടയാകും. At that day you will see my righteousness and others will see my righteousness. ആ ദിവസം നിങ്ങൾ എന്റെ നീതി ദർശിക്കുവാനിടയാകും. അന്ന് സകലരും എന്റെ നീതി ദർശിക്കുവാനിടയായി തീരും. Then you will skip about like calves of the stall. അപ്പോൾ നിങ്ങൾ പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുവാനിടയാകും. And the next verse says you will tread down the wicked one. അപ്പോൾ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദുഷ്പ്രവൃത്തിക്കാരെ കാൽക്കീഴെ ചവിട്ടിക്കളയുമെന്നാണ്. And that wicked one will be ashes under your feet. ആ ദുഷ്ടന്മാർ അന്ന് നിങ്ങളുടെ കാൽക്കീഴെ വെണ്ണീർ പോലെ ആയിത്തീരും. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? When God answers your prayer eventually, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന പതുക്കെ പതുക്കെയാണ് അതിന് ഉത്തരം നൽകുന്നത്. He has stored your tears in a bottle to be answered at the right time. ശരിയായ സമയത്ത് ഉത്തരം തരേണ്ടതിന് വേണ്ടി ദൈവം നിങ്ങളുടെ കണ്ണുനീരെല്ലാം ഒരു തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു. Finally when the answer comes in righteousness, ആ നീതിയിൽ അവസാനം ആ ഉത്തരം വെളിപ്പെടുമ്പോൾ, you are going to jump and jump for joy like calves of the stall. നിങ്ങൾ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ സന്തോഷം നിറഞ്ഞവരായി ആനന്ദത്താൽ തുള്ളിച്ചാടുവാൻ പോകുകയാണ്. And when you jump and you land on the ground again, നിങ്ങൾ ഉയർന്നു ചാടിയിട്ട് വീണ്ടും ഭൂമിയിലേക്ക് താന്നു വരുമ്പോൾ, you won't land on the ground, you will land on the head of the wicked one. നിങ്ങൾ തറയിലേക്കല്ല വന്ന് നിൽക്കുവാൻ പോകുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ തലയിലാണ് നിങ്ങൾ വന്ന് നിൽക്കുവാൻ പോകുന്നത്. He's going to reward you for your prayer. He's going to reward you for your fear. He's going to reward you for your waiting. അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ പോകുന്നു. അവനെ ഭയപ്പെടുന്ന ഭയത്തിന് അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പോകുന്നു. നിങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കുന്നതിന് അവൻ ഉത്തരം നൽകുവാൻ പോകുന്നു. At this time we are coming back to our key verse now. ഈ സമയത്ത് നമ്മുടെ കുറിവാക്യത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ, what do we read there? അവിടെ നാം എന്താണ് വായിച്ചത്? I will send you Elijah the prophet. ഞാൻ ഏലിയ പ്രവാചകനെ നിങ്ങൾക്കായി അയക്കും. Before that great and terrible day. ആ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്. And there is a threefold fulfillment of this verse. ഈ വാക്യത്തിന്റെ മൂന്ന് വിധത്തിൽ അതിന്റെ നിവർത്തീകരണമുണ്ട്. One is literal, ഒന്ന് അക്ഷരീകം, second is prophetical, രണ്ട് അത് പ്രവചനപരമായി, the third is spiritual. മൂന്ന് ആത്മീകമായി. So what is the literal fulfillment of this verse? എന്താണ് ഈ വാക്യത്തിന്റെ അക്ഷരികമായ അതിന്റെ നിവർത്തീകരണം? Before the great and dreadful day of the Lord I will send Elijah to you. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയാവിനെ നിങ്ങൾക്കായി അയച്ചു തരും. During the second 3.5 years of tribulation, the Israelites are going to face terrible tribulation. ഉപദ്രവത്തിന്റെ രണ്ടാമത്തെ 3.5 വർഷക്കാലത്തില് ഇസ്രായേൽ ജനം അതിഭയങ്കരമായ പീഡകൾ അനുഭവിക്കുവാൻ പോകുന്നു. In the beginning of that time, God is going to send Enoch and Elijah to prophesy and encourage the people there. ആ കാലത്തിന്റെ ആരംഭത്തിൽ ദൈവം ഏലിയാവിനെയും ഹാനോക്കിനെയും അവരോട് പ്രവചിച്ച് അവരെ ഉത്സാഹിപ്പിക്കേണ്ടതിന് ഭൂമിയിലേക്ക് അയക്കും. So this is a literal that will be a literal fulfillment of this verse. അത് ഈ വചനത്തിന്റെ അക്ഷരികമായ നിവൃത്തീകരണം. What is the prophetical fulfillment of this verse? പ്രവചനപരമായ അതിന്റെ നിവൃത്തി എന്താണ്? This is a prophecy about the coming of John the Baptist. ഇത് യോഹന്നാൻ സ്നാപകന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. You read Luke chapter 1 and verse 17. ലൂക്കോസിന്റെ സുവിശേഷം 1:17 വായിക്കുമ്പോൾ you will see this verse in Malachi being fulfilled there. ഈ മലാക്കി പ്രവചനത്തിലുള്ള വാക്യം അവിടെ നിവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു.
അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. And he shall go before him in the spirit and power of Elias, to turn the hearts of the fathers to the children, and the disobedient to the wisdom of the just, to make ready a people prepared for the Lord. So this is the prophetical fulfillment. ഇത് പ്രവചനപരമായ അതിന്റെ നിവൃത്തി. Now then there is a spiritual fulfillment to this verse. ഈ വാക്യത്തിന്റെ ആത്മീകമായ ഒരു നിവൃത്തീകരണവുമുണ്ട്. Here there are two groups of people. One group they are called the fathers, the second group they are called the children. അവിടെ രണ്ട് കൂട്ടരെ കാണാം. ഒന്ന് പിതാക്കന്മാരെന്നും മറ്റൊന്ന് മക്കളെന്നും വിളിക്കപ്പെടുന്നു. Spiritually, who are these fathers and who are the children? ആത്മീകമായി ആരാണ് ഈ പിതാക്കന്മാരും ആരാണ് ഈ മക്കളും? The children are the murmuring group. ഈ മക്കൾ എന്ന് പറയുന്നവർ അത് പിറുപിറുക്കുന്നവരാണ്. What's the use of praying? What's the use of fasting? What's the use of coming to this Pentecostal church? What benefit have I got? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് ഗുണം? ഉപവസിച്ചുകൊണ്ട് എന്താണ് പ്രാർത്ഥന? പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് വന്നതുകൊണ്ട് എന്താണ് ഗുണം? They are the children. Their minds are immature. അവർ മക്കളാണ്, അവരുടെ മനസ്സിന് പക്വത വന്നിട്ടില്ല. Then are the fathers. Who are the fathers? ആരാണ് പിതാക്കന്മാർ? They are those who are mature in their mind. Although they are going through troubles and reproach, they do not murmur. They fear God and they pray and honor God in their words. അവരുടെ മനസ്സിന് പക്വത വന്നതാണ്. അവർ നിന്ദകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ പിറുപിറുക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മാനിക്കുന്നു. So how are these words of prophecy fulfilled spiritually? ഈ ആത്മീകമായി ഈ പ്രവചനത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് നിവർത്തിക്കപ്പെടുന്നത്? The Lord is going to raise some anointed people of God like Elijah's anointing. ദൈവം ഏലിയ പ്രവാചകന്റെ അഭിഷേകത്തോടു കൂടി ഒരു കൂട്ടം അഭിഷിക്തരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. The Lord is going to anoint them with the power of Elias. അവർക്ക് ഏലിയാവിന്റെ ശക്തിയാൽ ദൈവം അവരെ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. Their prayer will be powerful like Elijah's prayer. ഏലിയാവിന്റെ പ്രാർത്ഥന പോലെ അവരുടെ പ്രാർത്ഥന ശക്തിയോടുകൂടി ആയിരിക്കും. Their gifts will be powerful like Elijah's gifts. ഏലിയാവിന്റെ കൃപാവരങ്ങൾ ജ്വലിച്ചതുപോലെ അവരുടെയും കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ ഇടയാകും. Their prophecies will be powerful like Elijah's prophecies. ഏലിയാവിന്റെ പ്രവചനം പോലെ അവരുടെ പ്രവചനങ്ങൾ ശക്തിയോടുകൂടി ആയിരിക്കും. And when they start working, അവ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ the mature people in the church, the fathers will rise up. സഭയിലുള്ള പക്വത വന്നവർ അല്ലെങ്കിൽ പിതാക്കന്മാർ എഴുന്നേൽക്കും. And those fathers will turn to the immature children who are murmuring in the church. ദൈവസഭയിൽ പിറുപിറുക്കുന്നതായ ആ മനസ്സിന് പക്വത വരാത്ത മക്കളുടെ നേരെ പിതാക്കന്മാർ തിരിഞ്ഞിട്ട് And they will tell them, stop murmuring, your God is good. അവരോട് പറയും, നിങ്ങൾ മൗനമായിരിക്കുക, പിറുപിറുക്കരുത്, നിങ്ങളുടെ ദൈവം നല്ലവനാണ്. The Son of Righteousness is going to rise up with healing in his wings in your life. നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുവാൻ പോകുന്നു. This is the ministry that God is going to do through one group of people in the last days. ഈ അവസാന നാളുകളിൽ ദൈവം ഒരു കൂട്ടം ആത്മാക്കളിലൂടെ ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷയാണിത്. They are the group of people who are going to look at the valley of dry bones and command those dry bones to come back to life. അവര് ആ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയെ നോക്കി, അസ്ഥികളെ നോക്കി ജീവനിലേക്ക് തിരികെ വരുവാൻ പ്രവചിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. Today we are like a group of dead people. ഇന്ന് നാം ഒരു മരിച്ച ഒരു കൂട്ടം മനുഷ്യരെ പോലെയാണ്. With the old anointing is gone. ആ പഴയ അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. All the heavenly mindedness is gone. ആ പഴയ സ്വർഗീയ മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. Vision of the coming of Jesus is gone. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആ ദർശനം നഷ്ടപ്പെട്ടിരിക്കുന്നു. First love is gone. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. Worldliness has entered into the church. സഭയിലേക്ക് ലൗകികം പ്രവേശിച്ചിരിക്കുന്നു. Money, abundance of money has entered into the church. പണം അതിന്റെ സമൃദ്ധിയിൽ സഭയിലേക്ക് The പ്രവേശിച്ചിരിക്കുന്നു. Lord is going to raise up anointed Elijahs. എന്നാൽ ദൈവം അഭിഷിക്തരായ ഏലിയാവുമാരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. Shall we close our eyes? ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ നമുക്ക് How അടയ്ക്കാം. many can feel the Spirit of God moving in this place? ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നു? When Ezekiel saw those valley of dry bones, യെഹെസ്കേൽ ആ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വര കണ്ടപ്പോൾ he had no hope. തനിക്ക് ഒരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. God asked him, Son of man, do you think that these bones will live? ദൈവം തന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? I don't know, Lord. എനിക്കറിയില്ല കർത്താവേ. Thou knowest, Lord. നിനക്കറിയാമല്ലോ കർത്താവേ. God told him, you go and prophesy. ദൈവം പറഞ്ഞു, നീ പോയി പ്രവചിക്ക. So he went and prophesied. താൻ പോയി പ്രവചിച്ചു. And the unbelievable happened. അവിശ്വസനീയമായതൊന്ന് സംഭവിച്ചു. And he said the bones came together. ആ അസ്ഥികളെല്ലാം ഒന്നു ചേർന്നു. Each body started rising up. ശരീരങ്ങൾ അത് എഴുന്നേറ്റ് നിൽക്കുവാൻ And തുടങ്ങി. they stood up a great and mighty army. അതൊരു
വലിയ സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. What is an army going to do? ഒരു സൈന്യം എന്താണ് ചെയ്യുവാൻ പോകുന്നത്? An army is not just going to go shopping. ഒരു പട്ടാളമല്ല സൈന്യം എന്ന് പറയുന്നത് ഷോപ്പിങ്ങിന് വേണ്ടി കടയിൽ പോകുവാനല്ല. An army is not just going to go walking on jogging on the streets. ഒരു സൈന്യം ഒരു വഴിയിൽ കൂടി വെറുതെ ഓടി നടക്കുവാനുള്ളതല്ല. An army is going to fight against the enemy. ഒരു സൈന്യം അത് ശത്രുവിന് വിരോധമായി യുദ്ധം ചെയ്യുവാനാണ്. There are some weak people in this place. ഈ സ്ഥലത്തും ചില ബലഹീന മനുഷ്യരുണ്ട്. You are physically weak, you are spiritually weak. നിങ്ങൾ ആത്മീകമായോ അല്ല ശാരീരികമായോ ബലഹീനരായിരിക്കാം. You are a prayer warrior, now you are a sleeping person. ഒരു കാലത്ത് നീ ഒരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു, ഇന്ന് നീ ഇപ്പോൾ ഉറങ്ങുന്ന ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു. You were a watchman on the towers of Jerusalem, now you are falling asleep. ഒരു കാലത്ത് നീ യെരൂശലേമിന്റെ ഗോപുരങ്ങളിലെ കാവൽക്കാരനായിരുന്നു, ഇന്ന് നീ ഉറങ്ങിയിരിക്കുന്നു. But the Lord is going to raise up Elijahs in this church. എന്നാൽ ദൈവം ഈ സഭയിൽ ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. How many of you believe this is the word of God? എത്ര പേർ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിന്റെ വചനമെന്ന്? How many believe God is going to bring the dry bones to life? എത്ര പേർ വിശ്വസിക്കുന്നു ആ ഉണങ്ങിയ അസ്ഥികളെ ദൈവം വീണ്ടും ജീവിപ്പിക്കുവാൻ പോകുന്നു എന്ന്? The Spirit of God is going to do that in this church. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ദൈവസഭയിൽ അത് ചെയ്യുവാൻ പോകുന്നു. This week we are going to fast and pray. ഈ ഒരാഴ്ച കാലം നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നുവല്ലോ. God is going to store all your tears and your fasting and your prayer in his bottle. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും നിങ്ങളുടെ കണ്ണുനീരുമെല്ലാം നിങ്ങൾക്ക് മടക്കി തരുവാൻ പോകുന്നു. At the right time he is going to answer in his righteousness. ശരിയായ സമയത്ത് ദൈവം അവന്റെ നീതിയിൽ നിങ്ങൾക്ക് ഉത്തരം അരുളുവാൻ പോകുന്നു. If possible, സാധ്യമെങ്കിൽ ask God for grace to fast all 6 days. ഈ 6 ദിവസം ഉപവസിക്കുവാൻ ദൈവത്തോട് കൃപയ്ക്കായി യാചിച്ചാട്ടെ. The church needs a revival. സഭയിൽ ഒരു ഉണർവ് ആവശ്യമായിരിക്കുന്നു. I need a mighty anointing. എനിക്കൊരു വലിയ അഭിഷേകം ആവശ്യമായിരിക്കുന്നു. You need a mighty anointing. നിനക്കൊരു വലിയ അഭിഷേകം ആവശ്യമായിരിക്കുന്നു. We want the days of our forefathers to come back. നമ്മുടെ പിതാക്കന്മാരുടെ നാളുകൾ നമുക്ക് മടങ്ങി വരണം. We need people who can stand in the gap and pray for this. നാം ഇടിവിൽ നിന്ന് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. 1 minute, let us pray. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. God should bless our Easter week fasting and prayer. ദൈവം നമ്മുടെ ഈസ്റ്ററിന്റെ ഒരാഴ്ചത്തെ ഉപവാസത്തെ അനുഗ്രഹിക്കണം. We who fear God, we are going to look to the presence of God and pray. ദൈവത്തെ ഭയപ്പെടുന്ന നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. The Son of Righteousness must rise up in the church once again. ഒരിക്കൽ കൂടി നീതി സൂര്യൻ ദൈവസഭയിൽ ഉദിച്ചെഴുന്നേൽക്കുവാൻ ഇടയാകണം. He should tread down the wicked under our feet. അവൻ ദുഷ്പ്രവർത്തിക്കാരെ നമ്മുടെ കാൽ കീഴെ ആക്കുവാൻ പോകുന്നു. And we should skip about in the anointing like calves of the stall. Like the calves of the stall, we should skip നാം about. അഭിഷേകത്താൽ നിറഞ്ഞ് തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടങ്ങളെ പോലെ തുള്ളിച്ചാടണം. There is some hindrance in your work. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെ ജോലിയിൽ ചില തടസ്സങ്ങളുണ്ട്. You are not able to come to all the meetings. നിങ്ങൾക്ക് എല്ലാ കൂട്ടത്തിനും കടന്നു വരുവാൻ കഴിയുന്നില്ല. There is an hindrance in your body. You are not able to fast properly. നിന്റെ ശരീരത്തിൽ ഒരു തടസ്സമുണ്ട്. ശരിയായ വിധത്തിൽ നിനക്ക് ഉപവസിക്കുവാൻ കഴിയുന്നില്ല. There is a hindrance in your mind. You are not able to pray for a long time. നിന്റെ മനസ്സിൽ ഒരു തടസ്സമുണ്ട്. ദീർഘസമയം നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. But now an anointing is coming down. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു അഭിഷേകം ഇറങ്ങി വരുന്നു. It is going to remove that hindrance in your mind. നിന്റെ മനസ്സിലുള്ള ആ തടസ്സത്തെ ആ അഭിഷേകം നീക്കുവാൻ പോകുന്നു. It's going to prepare your body to fast and pray. നിന്റെ ശരീരത്തെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായി അത് ഒരുക്കുവാൻ പോകുന്നു. It is going to open the door. You can come to all the meetings. നിനക്ക് സകല കൂട്ടത്തിന് കടന്നു വരുവാൻ അത് വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. The anointing is coming down. അഭിഷേകം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. Receive that anointing. ഈ അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുക. When you receive this anointing, ഈ അഭിഷേകം നീ പ്രാപിക്കുമ്പോൾ the Spirit of the Lord will go before you. The Spirit of God will go before you. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പാകെ പോകും. The devil can stop you, but when the Spirit of the Lord rises up, he will raise up a banner against the flood of enemies coming against you. പിശാചിന് ഒരു പക്ഷേ നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പാകെ പോകുമ്പോൾ അവൻ ഒരു ജയക്കൊടി നിന്റെ മുമ്പാകെ ഉയർത്തുവാൻ ഇടയാകും. We thank you, Jesus. We thank you, Jesus. We thank you, Jesus.
We praise you, Lord. We praise you, Lord. We praise you, Jesus. We praise you, Lord. Today. Thank you, Jesus. We praise you. There was a time when there was a great revival in Kerala. ഒരു കാലത്ത് കേരളത്തിൽ വലിയ ഉണർവുള്ള ഒരു കാലമുണ്ടായിരുന്നു. Many servants of God and sacrificial people rose up from Kerala. കേരളത്തിൽ നിന്ന് അനേക ശുശ്രൂഷകരും സ്വയം പരിത്യജിക്കുന്നവരും അനേകർ എഴുന്നേറ്റ ഒരു കാലമുണ്ടായിരുന്നു. But that day is going to come back once again. ആ നാളുകൾ ഒരിക്കൽ കൂടി മടങ്ങി വരുവാൻ പോകുന്നു. The dry bones are going to come back to life once again. ആ ഉണങ്ങിയ അസ്ഥികൾ ഒരിക്കൽ കൂടി ജീവനിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. Martyrs are going to rise up once again. ഒരിക്കൽ കൂടി രക്തസാക്ഷികൾ എഴുന്നേൽക്കുവാൻ പോകുന്നു. The spirit of the Lord is going to move once again. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ പോകുന്നു. Thank you, Jesus. We praise you, Lord. We praise you, Jesus. അന്ധകാര